എന്നെന്നും സഖിയായി എന്നും നൽതുണയായി താങ്ങി നടത്തിയിടും നാഥാ. എന്നെന്നും സഖിയായി എന്നും നൽതുണയായി താങ്ങി നടത്തിയിടും നാഥാ. ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ. ആയിരം സ്തോത്രങ്ങളാൽ ആരാധിച്ചിടുന്നു ഞാൻ. സംഗീതമേ എന്റെ സന്തോഷമേ, സംഗീതമേ എന്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. സംഗീതമേ എന്റെ സന്തോഷമേ, സംഗീതമേ എന്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. ലോകം തരാത്തതാം ശാന്തി നീ എന്റെ ഉള്ളിൽ പകർന്നു. ലോകം തരാത്തതാം ശാന്തി നീ എന്റെ ഉള്ളിൽ പകർന്നു. രോഗങ്ങളിൽ ദുഃഖങ്ങളിലെ ആശ്വാസം നീ മാത്രമേ. രോഗങ്ങളിൽ ദുഃഖങ്ങളിലെ ആശ്വാസം നീ മാത്രമേ. സംഗീതമേ എന്റെ സന്തോഷമേ, സംഗീതമേ എന്റെ സർവസ്വമേ, സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. സന്തോഷ സന്താപ നേരങ്ങളിൽ സംസർഗം നൽകും നാദാസ്തോത്രം. എന്നെന്നും സഖിയായി എന്നും നൽതുണയായി താങ്ങി നടത്തിയിടും നാഥാ. എന്നെന്നും സഖിയായി എന്നും നൽതുണയായി
ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ഇന്ന് ഞങ്ങൾക്ക് ഫെയർവെൽ നൽകുന്ന ഈ മീറ്റിംഗിൽ നിങ്ങൾ ഇത്രയും ആളുകൾ വന്ന് സംബന്ധിച്ചതിന് ആദ്യമേ ദൈവത്തിന് നന്ദി പറയുകയും നിങ്ങളോടുള്ള സ്നേഹം ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ ഒരു ഇടവകയിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിലെ പല ജീവിത അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ ജീവിത അനുഭവങ്ങളും എൻ്റെ ഒരു വിശ്വാസം ദൈവം അതിൽ കൂടെ നമുക്ക് ചില പുതിയ പാഠങ്ങൾ നൽകുമെന്നാണ് എന്റെ വിശ്വാസം. ഒന്നുകൂടെ ദൈവത്തെ ഒന്ന് അറിയാനും കിട്ടിയതെല്ലാം ദൈവത്തിന്റെ ദാനമാണെന്ന് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനും ദൈവത്തിന്റെ കൃപ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളെയും തരണം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് നമ്മളെ ഉറപ്പിക്കുന്ന സമയങ്ങളാണ് ജീവിതത്തിലെ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു കോവിഡ് കാലത്ത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയത്താണ് ഈ ദേവാലയത്തിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ എല്ലാ കാര്യങ്ങളെയും നോക്കുമ്പോൾ ആദ്യം തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഒരു ഇടവകയിൽ നിന്ന് പോകുന്നത്. കാരണം നിങ്ങൾ നൽകിയ കെയറിങ്, നിങ്ങൾ നൽകിയതായിട്ടുള്ള പ്രാർത്ഥന, നിങ്ങൾ നൽകിയതായിട്ടുള്ള സപ്പോർട്ട്, അതൊന്നും ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം അത് ഞങ്ങളുടെ ശുശ്രൂഷയിൽ അത് ഏറ്റവും വലിയൊരു ബലമായിരുന്നു എന്ന് തന്നെ ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഈ ഒരു മീറ്റിംഗിലേക്ക് വന്നിരിക്കുമ്പോൾ ആദ്യമേ എനിക്ക് നന്ദി പറയുവാനായിട്ടുള്ളത് പി ടി തോമസ് അച്ഛനോടാണ്. അച്ഛൻ ആയതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു കോവിഡ് കാലത്താണ് അച്ഛനെ ആദ്യമായിട്ട് വിളിക്കുന്നതിന് മുൻപ് എനിക്ക് ചില പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം അച്ഛൻ സഭാ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്, സീനിയർ വികാരി ജനറൽ ആയിട്ടിരുന്ന ഒരാളാണ്, ഡയസിഷൻ സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാളാണ്, പിന്നെ സഭയിലെ തിരുമേനിമാരുടെ സെക്രട്ടറി ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരാളാണ്. അന്നേരം ഞാൻ വിചാരിച്ചത് ഞാനിനി വിളിക്കുന്നതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അച്ഛനോട് സംസാരിക്കാൻ എന്നുള്ള ഒരു ഭയത്തോടുകൂടിയാണ് ആദ്യമായിട്ട് ഞാൻ അച്ഛനെ വിളിക്കുന്നത്. എന്നാല് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോ എനിക്ക് ആദ്യം സംസാരിച്ചപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നിയതായിട്ടുള്ള ഒരു സമയമായിരുന്നു. എന്നോട് പറഞ്ഞു വെച്ചാൽ വിളിച്ചതിൽ ഒത്തിരി നന്ദി എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു പ്രിയ അച്ഛനിൽ നിന്നുണ്ടായത്. ഞങ്ങളുടെ ഈ 3 വർഷത്തെ ഇവിടുത്തെ പ്രവർത്തനം നോക്കുമ്പോൾ അച്ഛനും കൊച്ചമ്മയും നൽകിയ സപ്പോർട്ട്, അതോടൊപ്പം തന്നെ അച്ഛനും കൊച്ചമ്മയും നൽകിയതായിട്ടുള്ള നല്ല വാക്കുകളൊന്നും ഞങ്ങൾക്കൊരിക്കലും മറക്കുവാൻ കഴിയുന്ന ഒരു കാര്യമേ അല്ല. കാരണം അതുപോലുള്ള സപ്പോർട്ടും കരുതലും എല്ലാമാണ് പ്രിയ അച്ഛനിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിച്ചത്. അതോടൊപ്പം തന്നെ അച്ഛന്റെ എക്സ്പീരിയൻസസിൽ നിന്ന് പല കാര്യങ്ങളും ഷെയർ ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ചില പരിമിതികളെയൊക്കെയും കാണിച്ചു തരികയുണ്ടായി. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. എപ്പോഴും ഞാൻ അച്ഛനെ ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ ഓർക്കുന്നത് ഞങ്ങള് മധുബായിൽ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പായിട്ട് അച്ഛന്മാര് ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അവിടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ചേർന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാർത്ഥനയില് ഞാൻ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ, ഗോപിയസ് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുമ്പോൾ അച്ഛനാണ് മോസ്റ്റ്ലി പ്രാർത്ഥിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ബലമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ശുശ്രൂഷയ്ക്ക് തുടങ്ങുന്നതിന് മുൻപായി അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഇപ്രകാരം: അതേമേ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് വചനം പറയുവാനും അതോടൊപ്പം തന്നെ ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നേതൃത്വം നൽകുവാനും ആ രീതിയിലുള്ള വാക്കുകളോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ലൈഫിൽ അത് വലിയൊരു ബലമാണ്. കാരണം നമ്മൾ ഒത്തിരി ടെൻഷനിലാണ് ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്നത്. ആ സമയത്ത് അച്ഛന്റെ ആ ഒരു പ്രാർത്ഥന അതൊരിക്കലും മറക്കുവാൻ കഴിയാത്തതായിട്ടുള്ള പ്രാർത്ഥനയാണ്. അതിലും പ്രിയ അച്ഛനോടും കൊച്ചമ്മയോടും ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാവിധ നന്ദി സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അതോടൊപ്പം തന്നെ ഗോപിയച്ചനുമായിട്ടുള്ള ഒരു ബന്ധം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവമായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം. ഗോപിയച്ചനും രാജികൊച്ചമ്മയും മകളും ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള കെയറിങ്, ഞങ്ങൾക്ക് നൽകിയതായിട്ടുള്ള സപ്പോർട്ട് അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രത്യേകിച്ച്
ഞാൻ ഓർക്കുമ്പോൾ ഡെങ്കു ആയിരുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് ഇത് സ്നേഹയും കുഞ്ഞുങ്ങളൊക്കെയും ഇവിടെ പാഴ്സനേജിലായിരുന്നു. പല സമയങ്ങളിലും അച്ഛനും കൊച്ചമ്മയും എല്ലാം വന്ന് ഞങ്ങൾ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് ഞാൻ ഇപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. കാരണം എപ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൂരത്താകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾ ദൂരത്താകുമ്പോൾ അവർ തനിയാണല്ലോ എന്നുള്ള ഒരു പ്രയാസം നമുക്കുള്ള. എന്നാൽ ആ സമയത്ത് അച്ഛൻ നൽകിയതായിട്ടുള്ള കൊച്ചമ്മ നൽകിയതായിട്ടുള്ള പ്രാർത്ഥന ഒരിക്കലും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഏത് ആവശ്യഘട്ടങ്ങളിലാണെങ്കിലും അച്ഛൻ നൽകിയ സഹായങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. ചില സന്ദർഭങ്ങളിലൊക്കെയും അച്ഛൻ നൽകിയതായിട്ടുള്ള സപ്പോർട്ട്, അച്ഛൻ നൽകിയതായിട്ടുള്ള ഗൈഡൻസ്, അതോടൊപ്പം തന്നെ നൽകിയതായിട്ടുള്ള നല്ല ഫെലോഷിപ്പ് ഞങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമായിരുന്നു. കാരണം പ്രിയ ഭൂപേശനോടും രാജീവസുമിയോടും അവരോട് എല്ലാവരോടും ഞങ്ങളുടെ കുടുംബത്തിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. ഒരു വാക്ക് ഞാൻ ആദ്യം വന്നപ്പോൾ ജെയിംസ് അച്ഛനായിരുന്നു ഇവിടെ വികാരിയായിട്ട് ഉണ്ടായിരുന്നു. കാരണം ജെയിംസ് അച്ഛന്റെയും ഞാൻ ആദ്യമായിട്ട് ഒരു അസിസ്റ്റന്റ് ആയിട്ട് ഒരു അച്ഛനോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ജെയിംസ് അച്ഛനോടുകൂടെ ചേർന്നാണ്. ജെയിംസ് അച്ഛനും കൊച്ചമ്മയും മക്കളും നൽകിയതായിട്ടുള്ള ഫെലോഷിപ്പ് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം ആ ഒരു കോവിഡ് സമയത്ത് പല സമയങ്ങളിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായതായിട്ടുള്ള ടൈമൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കരുതലും കൊച്ചമ്മയും അച്ഛനും മക്കളും എല്ലാം നൽകിയത് ഈ സമയത്ത് പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രിയ അച്ഛന് എല്ലായെങ്കിലും അച്ഛൻ കുടുംബവും നൽകിയ ഒരു സപ്പോർട്ടിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും അവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയും ചെയ്യുന്നു. പിന്നീട് പ്രധാനമായിട്ടും നന്ദി പറയാനായിട്ടുള്ള ഞങ്ങൾ താമസിച്ച ഇടത്തെ ആളുകളോടാണ്, എബിയങ്ങളോടും ഫാമിലിയോടുമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എവിടെ പോയി എന്ന് പറഞ്ഞാലും ഇപ്പൊ എന്റെ വൈഫും പിള്ളേരും അവിടെ തന്നെ ഉള്ളെങ്കിൽ എനിക്കൊരു ഭയമില്ലാത്ത ഒരു അനുഭവമായിരുന്നു. കാരണം എബിയങ്ങളും അമ്മച്ചിയും മിനുവാന്റിയും അശ്വിനും അതോടൊപ്പം തന്നെ ശില്പയും എല്ലാം ഉള്ളപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു പ്രയാസപ്പെടേണ്ടതായിട്ടുള്ള ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഇല്ല എങ്കിൽ തന്നെയും താഴെ ഇറങ്ങി വരികയും തിരക്കുകയും വേണ്ടുന്ന ഞങ്ങളുടെ ഓരോ സമയങ്ങളിൽ ഒരു കുടുംബം പോലെ കഴിഞ്ഞതായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ വന്ന സമയത്തൊക്കെ എബിയങ്ങളും കുടുംബവും നൽകിയതായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഇതുവരെയും നൽകിയതായിട്ടുള്ള സപ്പോർട്ട് അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രത്യേകിച്ച് എബിയങ്ങളോടും അമ്മച്ചിയോടും മിനുവാന്റിയോടും കുടുംബത്തോടും അശ്വിനോടും ശില്പിയോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതിനുശേഷം നമ്മുടെ സംഘടനകളെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി സൺഡേ സ്കൂളിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അനു ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ആദ്യ സമയങ്ങളൊക്കെ അതിനകത്ത് പാട്ടുകൾ പഠിപ്പിക്കാനായിട്ടൊക്കെയും ഇടയായി. ഞങ്ങൾക്ക് വലിയൊരു സന്തോഷം. ഞങ്ങളുടെ മൂത്ത കുഞ്ഞ് തിർസ സൺഡേ സ്കൂൾ ഇവിടുത്തെ സൺഡേ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനകത്തും അവൾ പങ്കെടുക്കുകയും എല്ലാ ക്രമീകരണത്തിലും അവർ പങ്കെടുക്കുകയും ചെയ്തു. അവൾക്ക് വേണ്ടുന്ന സപ്പോർട്ട് സൺഡേ സ്കൂളിലെല്ലാം നൽകി. സൺഡേ സ്കൂളിലെ എല്ലാ അധ്യാപകരോടും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അടുത്തതായി യുവജനസഖ്യം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ഒരു സന്തോഷം നൽകുന്നതായിട്ടുള്ള ഒരു സംഘടനയാണ്. കാരണം അവര് ഓരോ കാര്യങ്ങളിൽ നൽകിയ സപ്പോർട്ട് അതൊരിക്കലും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഓരോ പ്രവർത്തനങ്ങളിലും യുവജനസഖ്യത്തിന്റെ ഓരോ കാര്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള പല കാര്യങ്ങളിലാണെങ്കിൽ തന്നെയും നമ്മൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും അവര് നൽകിയതായിട്ടുള്ള ഒരു പിന്തുണ അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. യുവജനസഖ്യത്തിലെ എല്ലാ യുവജനസഖ്യ അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊയർ, ഞാൻ അധികം കാര്യങ്ങളൊന്നും കൊയറിനകത്ത് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ പിന്നെ എന്റെ കുഞ്ഞ് അതിനകത്ത് പാട്ട് പാടാനായിട്ട് ഒരു അവസരം ലഭിച്ചു. എന്നാൽ കൊയർ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത്. കാരണം അവരുടെ പാട്ടുകൾ, കുർബാനയ്ക്കിടയ്ക്കുള്ള പാട്ടുകൾ, അതിനുശേഷമുള്ള പാട്ടുകളൊക്കെ ഒരു നല്ലൊരു ഫീലാണ്. നമുക്ക് എപ്പോഴും ഒരു മധുവായിൽ നിൽക്കുമ്പോൾ
അവരുടെ പാട്ടുകള്, ഓരോന്നിനുള്ള അവരുടെ റെസ്പോൺസ്, ഇതൊക്കെ നമുക്ക് വലിയൊരു ഫീലാണ്, നല്ലൊരു അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള അനുഭവമാണ്. അപ്പോൾ അംഗങ്ങൾ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ സേവ്യാസംഘം നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങൾ നൽകുകയുണ്ടായി. അന്നേരം സേവ്യാസംഘ അംഗങ്ങൾക്ക് അവർ നൽകിയ സപ്പോർട്ട് അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. സേവ്യാസംഘ അംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇടവ മിഷൻ അതിലേക്ക് വരുമ്പോൾ, ഇടവ മിഷനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഒത്തിരി സമയങ്ങളിലും അവിടെ ഇടവ മിഷനിൽ ചെല്ലുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു അനുഭവത്തെയാണ് ഇടവ മിഷനിൽ ഇവിടെ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായത്. കാരണം പുതിയ കാര്യങ്ങളൊക്കെ പഠിച്ച് ക്ലാസ്സുകൾ എടുക്കുവാനായിട്ടും പുതിയ വചനത്തിന്റെ കാര്യങ്ങളെയൊക്കെ ആഴമായി മനസ്സിലാക്കുവാനും ലഭിച്ച ഒരു അവസരം ഇടവ മിഷനായിരുന്നു. ഇടവ മിഷൻ അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സീനിയർ സിറ്റിസൺ അംഗങ്ങൾ അവർ ഞങ്ങൾക്ക് നൽകിയ സപ്പോർട്ട് അത് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. അവരോട് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ പ്രസാദ് ചാനും കുടുംബവും, ജോയിച്ചാനും കുടുംബവും നൽകിയ ഒരു സപ്പോർട്ട് അത് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ജോയിച്ചാനാണെങ്കിലും എല്ലാ ഞായറാഴ്ചകളിലും അല്ലാതുള്ള സമയങ്ങളിലും, പ്രത്യേകിച്ച് പ്രസാദ് ചാനാണെങ്കിൽ എന്ത് ആവശ്യങ്ങള് നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാലും എന്ത് കാര്യങ്ങള് ഇവരോട് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് തന്നെ പല കാര്യങ്ങളിലും അവർ ഇൻവോൾവ് ആയിരിക്കാം. ഞാൻ ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടാണെങ്കിൽ തന്നെ ആ കാര്യങ്ങളിലെല്ലാം അവർ നൽകിയ ഒരു സഹായം എന്ന് പറയുന്നത്, കുടുംബമായി നൽകിയ അവർ രണ്ടുപേരും നൽകിയ കുടുംബമായി നൽകിയ സഹായം ഞങ്ങൾക്ക് ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. അന്നേരം പ്രസാദ് ചാനോടും കുടുംബത്തോടും ജോയിച്ചാനും കുടുംബത്തോടുമുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ 3 വർഷക്കാലം ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഓഫീസ് ബെയറായിട്ടിരുന്ന ആളുകൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ആളുകൾ, അവർ നൽകിയതായിട്ടുള്ള സഹായങ്ങളും ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഓരോ സംഘടനകളുടെയും ഭാരവാഹികളായി പ്രവർത്തിച്ചവര്, പ്രയർ റെപ്രസെന്റേറ്റീവായി പ്രവർത്തിച്ചവര്, അതോടൊപ്പം തന്നെ ഓഫീസിൽ പ്രവർത്തിച്ച പിങ്കി ആന്റി കുടുംബവും, അതോടൊപ്പം തന്നെ നിഷയും കുടുംബവും അവർ നൽകിയതായിട്ടുള്ള സപ്പോർട്ടുകളൊന്നും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയില്ല. അവരോട് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങള് വന്ന സമയങ്ങൾ മുതൽ ഈ സമയം വരെ ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒത്തിരി ആളുകൾ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് എല്ലാ രീതിയിലും. ഇതിന്റെ പേരുകൾ ഓരോരുത്തരുടെയും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നിശ്ചയമായും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം ചില ബുദ്ധിമുട്ടുകളുടെ പ്രയാസങ്ങളുടെ നടുവിലൊക്കെ പലരും ചെയ്ത സഹായങ്ങളൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. ഞങ്ങൾക്ക് തിരിച്ചു തീർക്കാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ തന്ന എല്ലാ സഹായത്തിനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. എന്റെ ശുശ്രൂഷയില് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളെന്ന് പറയുന്നത് ദൈവം എന്റെ കൂടെ നൽകിയതായിട്ടുള്ള എന്റെ ഭാര്യയാണ് ഒരു അനുഗ്രഹമായിട്ട് കാണുന്നത്. കാരണം ഞാൻ എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യാറുണ്ട്. കാരണം ഇങ്ങനെ ഒരു പാർട്ട്ണറെ ദൈവം എനിക്ക് തന്നല്ലോ എന്നോർത്ത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു വലിയൊരു പ്രയാസത്തിന്റെ നടുവിലാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ എങ്ങനെയായിരിക്കും ഇവിടുത്തെ ഒരു കാര്യങ്ങള്, ഞങ്ങളുടെ ഒരു ലൈഫിലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് യാതൊരു ധാരണയില്ലാത്ത ഒരു സമയത്താണ് വന്നത്. എന്നാല് എനിക്ക് ഇടവകയില് പല കാര്യങ്ങളിനകത്തും ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എന്റെ ഭാര്യ നൽകിയ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവളോട് ഡോക്ടർമാർ ഒത്തിരി റെസ്ട്രിക്ഷൻസ് പറഞ്ഞതാണ്. ആദ്യം ഭാര്യയോടൊത്ത് സ്നേഹയോടൊത്തിരി റെസ്ട്രിക്ഷൻ ഡോക്ടർമാര് പറഞ്ഞതായിട്ടാണ്. വെയിറ്റ് ഒന്നും എടുക്കാനായിട്ടൊക്കുകയില്ല. പിന്നെ അല്ലെങ്കിൽ കുഞ്ഞിനെ 2 വർഷക്കാലം എല്ലാ മാസവും കുഞ്ഞിനെ കൊണ്ട് ഡോക്ടർമാരെ കാണിക്കേണ്ട സമയമുണ്ടായിരുന്നു. ആ സമയങ്ങളൊക്കെയും ഞാൻ അനുഭവിച്ചതിനെക്കാട്ടിലും കൂടുതൽ വിഷമവും പ്രയാസവും എല്ലാം അനുഭവിച്ച ആള് എന്റെ കൂടെ ഉള്ള ആളാണ്. അത് ഞാൻ ഒരിക്കലും എനിക്ക് മറക്കുവാനായിട്ട് കഴിയുകയില്ല. അന്നേരം ഞാന് ദൈവത്തിന് സ്തോത്രം പറയാറുണ്ട്. കാരണം നമ്മുടെ കൂടെ ഉള്ള ഒരാള് നമുക്ക് സപ്പോർട്ട് നൽകുമ്പോഴാണ് നമുക്ക് ശുശ്രൂഷയില് ഒന്നുകൂടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നത്. അന്നേരം നിശ്ചയമായി കാരണം 2 കുഞ്ഞുങ്ങളെയും നോക്കുക എന്ന് പറയുന്നത് അവര് ഓരോ പ്രായത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്നാല് ദൈവം തന്ന ദാനമാണ്. അതിന് കൂടാതെ വേറെ ഓരോരോ കാര്യങ്ങള്, ഇതെല്ലാം കാര്യങ്ങളെല്ലാം ക്രമീകരിക്കാൻ ദൈവം
എനിക്ക് തന്ന ഒരു വലിയ ഒരു സപ്പോർട്ടാണ് സ്നേഹം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്റെ വലിയൊരു ക്രിട്ടിക് കൂടാണ് സ്നേഹം എന്ന് പറയുന്നത്. ഞാൻ എന്ത് പ്രസംഗിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുന്നുണ്ട് അതിനകത്ത് കുഴപ്പങ്ങളെല്ലാം എന്നോട് പറയും. എന്നോട് പറയാം, അച്ഛൻ ഇങ്ങനെ പറഞ്ഞത് ഒട്ടും ശരിയായില്ല. ഞങ്ങൾ തമ്മിൽ അതിന്റെ പേരിൽ അടിയല്ല, പക്ഷെ ചെറിയ രീതിയിലുള്ള സംസാരങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല, ഒരു ആ രീതിയിലല്ല ഉദ്ദേശിക്കുന്നതെല്ലാം നല്ലൊരു ക്രിട്ടിക്കൂടാണ് എന്റെ കൂടെ ലഭിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഞങ്ങളെല്ലാവരെയും കഴിഞ്ഞ 3 വർഷക്കാലം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഇടവകയിൽ നിന്ന് പോകുമ്പോൾ ഒരച്ഛൻ നിങ്ങളോട് പറയുകയാണ്, ഞങ്ങൾ വളരെ സന്തോഷത്തോടുകൂടെ പോകുന്നു എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ നൽകിയ ഒരു സപ്പോർട്ട്, സഹകരണം എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹമായി ഞങ്ങൾ കാണുന്നതുകൊണ്ടാണ്. കഴിഞ്ഞ 3 വർഷക്കാലം നിങ്ങള് എല്ലാ രീതിയിലും ഞങ്ങൾക്കൊരു സപ്പോർട്ടായിരുന്നു. എല്ലാ രീതിയിലും, അത് പ്രാർത്ഥനയായിക്കോട്ടെ, വാക്കുകളിലൂടെ ആയിക്കോട്ടെ, പ്രവർത്തനങ്ങളിൽ കൂടെ ആയിക്കോട്ടെ, എല്ലാ രീതിയിലും ഞങ്ങൾക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു. അന്നേരം അത് ഇപ്പോൾ 3 വർഷം കഴിയുമ്പോൾ സഭയുടെ നിശ്ചയപ്രകാരം പുതിയ ഇടങ്ങളിലേക്കൊക്കെയും പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഞങ്ങളെ കൂടെ ഓർക്കുക. വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രാർത്ഥിക്കണ്ട. ദൈവകൃപയോടുകൂടെ അവസാനത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ കുടുംബമായി ഞങ്ങളെ ഇടയാക്കണമേ എന്ന് മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. കാരണം എന്റെ ഒരു വിശ്വാസം, ദൈവം കൃപയുണ്ടെങ്കിൽ അത് മതിയെന്നാണ് എന്റെ ഒരു വിശ്വാസം. ദൈവം വേണ്ടുന്നതൊക്കെയും തക്ക സമയത്ത് നൽകുവാൻ മതിയാണ് ദൈവം. അതുകൊണ്ട് ഞങ്ങളുടെ ശുശ്രൂഷകളിൽ ഈ 3 വർഷക്കാലത്തെ ഇവിടുത്തെ ശുശ്രൂഷകളിൽ സഹകരിച്ച എല്ലാവരോടുമുള്ള അഗൈതവുമായ മനസ്സ് നിറഞ്ഞ നന്ദി, സ്നേഹം അറിയിക്കുകയാണ്. ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത്. ആ ഒരു സന്തോഷം ഒരിക്കൽ നിങ്ങൾ എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കുക. എല്ലാ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ചൊല്ലിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും ബഹുമാനപ്പെട്ട പി.ടി. തോമസ് അച്ഛന്, ബോബി അച്ഛൻ, ദേവജനമേ, എല്ലാവർക്കും ക്രിസ്തീയ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. എറണാകുളത്തെ ഏറ്റവും പ്രായമേറിയ ഇടവകയില് ഒത്തിരി പ്രഗത്ഭരായ പട്ടക്കാര്, സുവിശേഷകര്, അതുപോലെ തന്നെ ആളുകൾ നിന്ന സ്ഥലത്ത് ഞങ്ങൾക്കും ഒന്ന് നിൽക്കുവാനായിട്ട്, ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നീണ്ടവരെ തന്ന അവസരത്തെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. പി.ടി. തോമസ് അച്ഛനും ഫാമിലിയും, ബോബി അച്ഛനും രാജി കൊച്ചമ്മയും, ജെയിംസ് അച്ഛനും മിനി കൊച്ചമ്മയും കൂടെ ഞങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ അവസരം ലഭിച്ചതിനെ നന്ദിയോടുകൂടെ ഓർക്കുന്നു. നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും കരുതലിനും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ താമസിച്ച സ്ഥലത്തെ എവിയങ്കിള്, മിന്നു ആന്റി, അശ്വിന, ശില്പ, ശാന്താമച്ചി, ഇവരൊന്നും ഞങ്ങൾക്ക് മറക്കാനായിട്ട് കഴിയത്തില്ല. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന എല്ലാ സഹായങ്ങൾക്കും സഹകരണത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കണം. തുടർന്നും ദൈവകൃപയോടുകൂടെ ഈ സർവീസിൽ മുൻപോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് അന്യോന്യം പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടിരിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.